സ്റ്റോപ്പ് സ്റ്റോപ്പ്, ഈ നിർത്തിക്കോ. ഈ 10 റൗണ്ടായി ഓടിക്കണ്. എനിക്ക് ചാർജ് പോകും, വീട്ടിലേക്ക് എത്തിക്കാനുള്ളതാണ്. ഞാനത് 12 ദിർഹം കൊടുത്ത് വാങ്ങിച്ചിട്ടുള്ളതാണ്. നാട്ടിൽ കൊണ്ടുപോകണമെന്ന് വിചാരിച്ചിട്ടാണ്. ഇനിയിപ്പോൾ ഇത് വില്ലേജിലേക്ക് ഇപ്പോൾ എങ്ങനെ എത്തിക്കും? സൈക്കിളും ഉണ്ട്. എങ്ങനെ ഇപ്പോൾ കൊണ്ടുപോവുക? സൈക്കിളിന്മേൽ കയറിയിട്ട് വണ്ടി തലയിൽ വെച്ച് കൊണ്ടുപോകാം അല്ലേ? അതോ വണ്ടിമ്മ നിന്നിട്ട് സൈക്കിള് തലയിൽ വെച്ച് കൊണ്ടുപോകുക? എന്തെങ്കിലും ഒന്ന് ചെയ്യാം. അയ്യേ, ഞാനെന്ത് പൊട്ടത്തിയാ. ഇതിവിടെ വിറ്റിട്ട് പൈസയും പോക്കറ്റിലിട്ട് നടന്നാൽ പോരെ. ഇവിടെ ആരോടെയും ചോദിക്കട്ടെ. 12 ദിർഹത്തിന് വാങ്ങിച്ചതല്ലേ, അതൊരു 50 ദിർഹം കിട്ടിയാൽ കൊടുക്കാമല്ലോ. അപ്പോൾ പക്ഷേ ഞാനിത് നാട്ടിൽ കൊണ്ടുപോകാൻ വിചാരിച്ചിരുന്നെങ്കിലും ഇപ്പം എനിക്കത് പറ്റണില്ല. കാരണം എനിക്ക് വേറൊരു സാധനം കൊണ്ടുപോകാണ്ട്. ഈ തോട്ടമൊക്കെ കട്ട് ചെയ്യണ, തോട്ടം ഇങ്ങനെ നല്ല നീറ്റായിട്ട് നിൽക്കാനുള്ള ഒരു എന്താ ഡ്രോണ് വാങ്ങുന്നുണ്ട്. ഒരു ഈഗിളിൻ്റെ ഒക്കെ വലുപ്പത്തിലുള്ളൊരു സാധനം. അത് ഞാൻ നല്ലോണം കാർബൺ പേപ്പറിൽ പൊതിഞ്ഞ് നല്ല പുതപ്പൊക്കെ കൊണ്ടൊക്കെ മൂടിയിട്ടൊക്കെ പെട്ടിയിൽ ബോക്സിലാക്കിയിട്ട് കൊണ്ടുപോകട്ടെ. കസ്റ്റംസ് ഒന്നും പിടിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അത് ഞാൻ വീട്ടിൽ കൊണ്ടുപോയിട്ട് അതങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ആ സാധനം കിട്ടില്ല. കാരണം ഇത് ഞാൻ ഈ അറബികളൊരു കമ്പനി ഉണ്ട്, അത് അവിടെ നിന്ന് ഉണ്ടാക്കിച്ചതാണ്. കാരണം ഞാൻ നമ്മളെ നാട്ടിലത്തെ എല്ലാ അവസ്ഥകളും പറഞ്ഞു കൊടുത്ത്, കുട്ടികൾക്കടക്കം പുറത്ത് നടക്കാൻ പറ്റാത്തൊരവസ്ഥ, പെൺകുട്ടികൾക്ക് തീരെ പറ്റില്ല, ആൺകുട്ടികൾക്കും ഇപ്പോൾ പറ്റാത്തൊരവസ്ഥയായി. എത്ര അവിടെ കോടിക്കണക്കിന് നമ്മുടെ പിന്നെ ഗ്രാൻഡ് കിഡ്സ് ഉണ്ട് അവിടെ. അപ്പോൾ അവരെ കാര്യം ആലോചിച്ചിട്ട് ഭയങ്കര വിഷമം. പിന്നെ ഓരോരുത്തരും മുമ്പേ കാലം മുതൽ തന്നെ ഓരോ കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. അമ്മമാർ കുട്ടികളെ കിടത്തി ഉറക്കി കൂടെ കിടത്തിയിട്ട് നീറ്റ് നോക്കുമ്പോൾ കുട്ടി ഉണ്ടാവില്ല, കുട്ടി പണിയൊരുക്കിയിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള ശിക്ഷ. അപ്പം 100 വർഷത്തിന് മുമ്പ് വരെയുള്ള തെറ്റ് ചെയ്താൽ ശിക്ഷിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഡ്രോണാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടില്ല. അത് പിന്നെ ഇത്ര ചതുരശ്ര മീറ്റർ ദൂരം വരെ സഞ്ചരിക്കുന്നതാണ്. അപ്പം ഞാൻ ആലോചിച്ച് നോക്കുമ്പോൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ്, ഇവിടെയല്ലേ മെയിനായിട്ട് പ്രശ്നമുള്ളത്. ഇവിടുത്തെ എല്ലാം ഒന്ന് ഒതുക്കിയിട്ട് ഇതൊരു വർഷത്തിൻ്റെതേ ഉള്ളൂ. അപ്പോൾ ഇത് പറന്നു കഴിഞ്ഞാൽ പിന്നെ കിട്ടില്ല. അപ്പം ഞാൻ ഇതിനൊരു വക്കാലത്ത് എടുക്കും ഗവൺമെൻറ്റിൽ. കാരണം ഞാനിങ്ങനെ ഒരു സാധനം, ഒരു ചെറിയ ഈ അരിയണൻ്റെ തോട്ടമൊക്കെ നന്നാക്കുന്ന ഒരു സാധനം കൊണ്ട് ഞാനിങ്ങനെ തോട്ടം വെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത് സാധനം കാണാനില്ല ഇല്ല എന്ന് ഞാൻ പറയും. ഒരു കാര്യം പറയാട്ടോ, ഇത് അതിന് മാത്രമുള്ളതല്ല കേട്ടോ തോട്ടം ഉള്ളത്. കാരണം നമ്മളെ ഗ്രൂപ്പിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഷെയറോ കമൻറ്റോ ഒന്നും ഇല്ലാത്ത ഒരു ഗ്രൂപ്പാണല്ലോ. അതുകൊണ്ട് തന്നെ ആർക്കും ഒരു പ്രശ്നവും വരില്ല. അപ്പോൾ ഇത് ആരോടും പറയണ്ട കേട്ടോ. ഇതെന്ന് വെച്ചാൽ കുറേ തെറ്റ് ചെയ്ത ആളുകൾക്കുള്ള ഒരു ശിക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സാധനമാണ്. അപ്പം ഞാനിവിടുത്തെ അവസ്ഥ പറഞ്ഞു നോക്കുമ്പം ഇതിൽ ഒരുപാട് എനിക്ക് അറിയാൻ പറ്റാത്തത്ര ഓപ്ഷൻസൊക്കെ ഇതിൽ വന്നിരിക്കണം. കാരണം തെറ്റ് ആര് ചെയ്തോ അവരൊക്കെ അവരെ പാർട്സ് കട്ട് ചെയ്യാം. അതുമാത്രമല്ല അവർ വേറൊരു കാര്യം ആഡ് ചെയ്യുന്നുണ്ട്. ഒരു സയനൈഡിൻ്റെ അത്ര തന്നെ വീര്യമില്ലാത്തൊരു തുള്ളിമരുന്നും അതിൽ വെക്കുന്നുണ്ട്. അത് ഇറ്റും. അപ്പോൾ ഈ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ അത് എന്ത് പിടിപ്പിച്ചാലും അത് പിന്നെ ആ ഫലം, ആ ശക്തി പിന്നെ തിരിച്ച് കിട്ടില്ല, കൈയാണെങ്കിലും കാലാണെങ്കിലും. അപ്പോൾ ഇത് ഞാൻ വിട്ട് കഴിഞ്ഞാൽ ഇതങ്ങനെ പോകും. പിന്നെ അത് കാണാനും പറ്റില്ല, ഒരേ നിറമായിരിക്കും. ഈ അതായത് അന്തരീക്ഷത്തിൻ്റെ നിറം തന്നെ ആയിരിക്കും. അപ്പോൾ അത് പിന്നെ ആർക്കും കാണാനും പറ്റില്ല, പിടിക്കാനും പറ്റില്ല. പിന്നെ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സാരമില്ല, പേടിക്കണ്ട. കാരണം ഹോസ്പിറ്റലൊക്കെ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ടല്ലോ. ഇതൊക്കെ ഇങ്ങനെ താഴെ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും അവയവങ്ങൾ. അത് വേണമെങ്കിൽ അത് കവറിലെടുത്ത് കൊണ്ടുപോയിട്ട് വേണമെങ്കിൽ താത്തൈ തിത്തൈ എന്നൊക്കെ പഠിച്ചവർക്കാണെങ്കിൽ മേലേന്ന് ഇങ്ങനെ ഓരോ അവയവങ്ങൾ ഇങ്ങനെ വരും. അപ്പോൾ അതിങ്ങനെ പിടിച്ചിട്ട് നിലത്ത് എത്തൂല്ല. അത് കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് പിടിപ്പിക്കുക. എന്നാലും മനുഷ്യനായിട്ട് നടക്കാം. ആരോടും പറയരുത് കേട്ടോ ഇത്.